ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വൈകുന്നേരത്തെ ഒരു ചായക്കടിക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ബനാന ബോക്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കോഴിമുട്ടയും അതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നല്ലൊരു ബാറ്ററാക്കി നമുക്ക് എടുക്കാം. ഇതുപോലെ നല്ല അധികം കട്ടിയും വേണ്ട, അതേപോലെ അധികം ലൂസായിട്ടും വേണ്ട. ഇതേപോലത്തെ ഒരു ബാറ്ററാക്കി നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ വലിയ 2 പഴം എടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി മുറിക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ച്, നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി പഴത്തിൻ്റെ മിക്സ് നമുക്ക് ചൂടാറാൻ വെക്കാം. ഇനി നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച മാവ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുടുമ്പോൾ നമ്മൾ ഫുൾ വേവിൽ ആക്കണ്ട, നമ്മൾ ഹാഫ് വേവാക്കിയാൽ മതി. 2 ഭാഗം ഒന്ന് ഹാഫ് വേവിൽ ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ദോശ ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫുൾ ദോശ ഞാൻ അവിടെ ചുട്ടെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. അതിന് അവിടെ ഒരു ദോശ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബനാനൻ്റെ മിക്സ് നടുവിൽ കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 ഭാഗവും പൊതിഞ്ഞിങ്ങാണ്ട് നമുക്കിതുപോലെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഒട്ടി പിടിച്ചോളും. അപ്പോൾ നമ്മൾ ദോശ ആ ചൂടോട് കൂടെ തന്നെ ഈ പരിപാടി ചെയ്യണം, നല്ല ഒന്ന് ഒട്ടി പിടിക്കുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാ ദോശയും ഇതേപോലെ ബോക്സ് ആക്കി എടുക്കാം. നമുക്ക് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ട് 2 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നാക്കി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുപ്പത്തൊരു തവ വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ച മിക്സില്ലേ, കോഴിമുട്ടൻ്റെ മിക്സിലേക്ക് നമ്മൾ ബനാന ബോക്സ് ഓരോന്നും മുക്കി കൊടുക്കാം. എന്നിട്ട് ഈ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് 1-2 ഭാഗം ഒന്ന് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അധികം മുരിപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് 2 ഭാഗം ഒന്ന് മറിച്ചിട്ട് ചൂടാക്കി ഇതുപോലെ 2 ഭാഗം ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ബനാന ബോക്സ് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായി നമുക്കിനി നാളെ കാണാം.